നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തനിക്കെതിരായ ഖനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുവെന്നും CV വർഗീസ്. സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കുവാൻ ശ്രമം നടത്തുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കമ്പമട്ടിൽ നിന്ന് 245 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി. ചാരായം പിടികൂടിയത് കട്ടേക്കാനത്തെ വീട്ടിൽ നിന്ന്. വീട്ടുടമ ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന മന്ത്രി. PSC വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലെന്നും റോഷി അഗസ്റ്റിൻ. വിശദമായ വാർത്തകൾ. തനിക്കെതിരായ ഖനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുവെന്നും അദ്ദേഹം ചെറുതോണിയിൽ ആരോപിച്ചു. CPM ജില്ലാ സെക്രട്ടറിയെ ഇകഴ്ത്തിക്കാട്ടി പാർട്ടിയെ തകർക്കാനാണ് നീക്കം. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവ് ഇടേണ്ടതില്ല. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുവെന്നും CV വർഗീസ് ആരോപിച്ചു. ഒരാളൊരു പരാതി കൊടുക്കുന്നുണ്ട്, ആദ്യമേ ഞാൻ ഇന്ന പോലെ ആധികാരിക പരാതി കൊടുക്കണ്ടേ? 1. 2, അങ്ങനെ പരാതി ഒരു മൊട്ട പരാതി കിട്ടുന്ന ഉടനെ അന്വേഷണത്തിൽ പുറപ്പെടാതെ ബന്ധപ്പെട്ട കളക്ടർക്ക് അതിന് നിജസ്ഥിതി അന്വേഷിക്കത്തില്ലേ? വേണ്ടപ്പെട്ട തഹസിൽദാർക്ക് അതിന് നിജസ്ഥിതി അന്വേഷിക്കത്തില്ലേ? ഈ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടോ നോക്കണ്ടേ? അതിന് പകരം ഉടനെ അത് എടുത്തിട്ട് കൊടുത്ത് അന്വേഷിക്കാൻ ഉദ്ദേശം തീരുമാനിക്കുക, മാധ്യമങ്ങൾക്കെല്ലാം ചോർത്തി കൊടുക്കുക. അല്ലല്ലോ, അല്ലല്ല. ചെറുതോണി ടൗണിൽ നിന്ന് താൻ പാറ പൊട്ടിച്ചു കടത്തുന്നു എന്ന മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകി. മക്കൾക്ക് ജോലി ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അവർ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. അതിന് പാർട്ടിയുമായി ബന്ധമില്ല. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും CV വർഗീസ് പറഞ്ഞു. CPM-നെ അതിന്റെ ജില്ലാ സെക്രട്ടറിയായ എന്നെ വ്യക്തിപരമായും അതിലുള്ള CPM-നെ അപകീർത്തിപ്പെടുത്താനും നടത്തുന്നതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നേരിടും. ഈ 2 പ്രക്രിയയിലാണ് CPM നിൽക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകാംഗമായി ഇപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ കാര്യം ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇത് പിന്നെ എല്ലായിടത്തും വരുന്നതാണ്. ഈ കാര്യത്തിൽ കാണത്തുള്ളൂ. വിഷയം പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തതായും CV വർഗീസ് വ്യക്തമാക്കി. സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കാൻ ശ്രമം നടത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. കട്ടപ്പനയിൽ സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ, ആ ലോ കോളേജ് സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ ആ ലോ കോളേജ് കട്ടപ്പന തന്നെ ആരംഭിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്ക് അങ്ങനെ കൂടുതലായി ശ്രമിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവന്ന് ഈ നാടിന്റെ വളർച്ചയിൽ ഉണ്ടാകില്ലാതെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ നാടിന്റെ വളർച്ചയെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് മാറ്റാനാണല്ലോ നമ്മൾ നിയമനിർമ്മാണം നടത്തിയത്. ഈ ചട്ടങ്ങൾ പുറത്തിറങ്ങണം. ഈ മാർച്ച് മാസം അല്ലെ ഏപ്രിൽ ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് പുറത്തു വരുമ്പോൾ ഇടുക്കിയുടെ നിർമ്മാണ പ്രശ്നങ്ങൾക്ക് കൈകാര്യം കണ്ടെത്താൻ കഴിയുന്ന ഒരു നല്ല സുവർണ്ണ അവസരങ്ങൾ രൂപപ്പെടുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമുക്കറിയാം, വേനൽക്കാല ചൂടുകൊണ്ട് കൃഷിനാശം സംഭവിച്ചു. ആ സന്ദർഭത്തിൽ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം സന്ദർശിച്ചു. അതൊരു ജനരേഖയാകും എന്ന സംസാരം ഉണ്ടായെങ്കിലും എന്താ സ്ഥിതി? ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിലാദ്യമായിട്ടാണ് വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. കാലവർഷക്കെടുതിയിൽ വന്ന കൃഷിനാശങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിലും വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമുക്കില്ലായിരുന്നു. എങ്കിലും ഞാനും മന്ത്രി പ്രസാദും ഈ സ്ഥലം സംബന്ധിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് ഇന്നലെ ആ അപേക്ഷയിന്മേൽ വന്നവർക്കെല്ലാം തുറന്നു കൊടുക്കാൻ 10 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു എന്ന വിവരം ഈ സന്ദർഭത്തെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കമ്പമട്ടിൽ നിന്ന് 245 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി.
കട്ടേക്കാനത്തെ വീട്ടിൽ നിന്നുമാണ് ചാരായം പിടികൂടിയത്. വീട്ടുടമ ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെയും പിടികൂടി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അടിമാലി നാർക്കോട്ടിക് സെല്ലിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചാരായം കണ്ടെത്തിയത്. ആകെ 7 കന്നാസുകളിലായാണ് ചാരായം സൂക്ഷിച്ചിരുന്നത്. 6 കന്നാസുകൾ സന്തോഷിന്റെ കൃഷിയിടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. 35 ലിറ്റർ ചാരായം അടങ്ങിയ ഒരു കന്നാസ് വീടിനുള്ളിൽ നിന്നാണ് കണ്ടെത്തിയത്. ബാക്കിയുള്ള കന്നാസുകൾ പറമ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ചു നോക്കിയാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ മനൂപ് പറഞ്ഞു. അടിമാലി നാർക്കോട്ടിക് സ്ക്വാഡ് കമ്പംമെട്ട് കട്ടേക്കാനം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 245 ലിറ്റർ ചാരായവുമായി കട്ടേക്കാനം സ്വദേശി ചക്രപാണി സന്തോഷ് എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിലാവുന്നത്. രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് അടിമാലി ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ടിയാനിൽ നിന്ന് വീട്ടിലും അതുപോലെ തന്നെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലുമായി 245 ലിറ്റർ ചാരായമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിയെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൻ്റെ തുടരന്വേഷണത്തിനായിട്ട് കേസ് റെക്കോർഡുകളും തൊണ്ടിമുതലുകളും അതുപോലെ പ്രതിയെയും ഉടുമ്പൻചോല റേഞ്ചിന് കൈമാറുന്നതാണ്. അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിൽ ഹോൾസെയിലായി ചാരായം വിറ്റുവരികയായിരുന്നു സന്തോഷ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിലാണ് ചാരായം വാറ്റിയതെന്നാണ് സൂചന. പിന്നീട് കന്നാസുകളിലാക്കി വീടിന് സമീപം കുഴിച്ചിടുകയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയുമായിരുന്നു. മുൻപും നിരവധി തവണ ക്രിമിനൽ കേസുകളിലടക്കം പിടിയിലായിട്ടുള്ള വ്യക്തിയാണ് സന്തോഷ്. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PSC വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണെന്നും മന്ത്രി പറഞ്ഞു. 1984 വരെ കോട്ടയം ജില്ലാ PSC ഓഫീസിനോടൊപ്പമാണ് ഇടുക്കി ജില്ലാ PSC ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 1984 ഇടുക്കിയിൽ കട്ടപ്പന ഓസാനം സ്കൂളിന് സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറിയത്. തുടർന്ന് കട്ടപ്പന ദീപിക ബിൽഡിംഗിലും പ്രവർത്തിച്ചു. 2002 മുതൽ കട്ടപ്പന ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ കീഴിൽ ആനവിലാസം റൂട്ടിൽ അമ്പലക്കവല ക്ഷേത്രത്തിന് എതിർവശത്താണ് ജില്ലാ PSC ഓഫീസിന് പുതിയ കെട്ടിടമുയരുക. 20 സെന്റ് സ്ഥലമാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. 3 നിലകളുള്ള കെട്ടിട സമുച്ചയം 13,842.5 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് നിർമ്മിക്കുക. ഓരോ നിലയിലും 3,336 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. ജില്ലാ ഓഫീസിനോടൊപ്പം ഓൺലൈൻ പരീക്ഷാ കേന്ദ്രവും പുതിയ കെട്ടിടത്തിലുണ്ടാവും. 200-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ എഴുതാനുള്ള സൗകര്യമാണ് ഒരുക്കുക. ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ PSCയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അഭിമാനിക്കാവുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അദ്ദേഹം പറഞ്ഞല്ലോ, രാജ്യാന്തര രംഗത്ത് അല്ലെങ്കിൽ ദേശീയ തലത്തിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുതാര്യ ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യനീതിക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണ്. അത് നല്ല നിലയിൽ തുടരാൻ നമുക്ക് സാധിച്ചു. ആക്ഷേപങ്ങളുണ്ടാകാതെ നിയമനങ്ങളുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സുതാര്യതയിൽ കൂടി പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജോലി സ്ഥിരതയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നു. പരിപാടിയിൽ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു അധ്യക്ഷനായിരുന്നു. കമ്മീഷൻ അംഗങ്ങളായ S വിജയകുമാരൻ നായർ, ഡോക്ടർ മിനി സക്കറിയാസ്, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മുണ്ടക്കയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഏജന്റുമാർ പണം തട്ടിയെന്ന ആരോപണവുമായി ഉപഭോക്താക്കൾ രംഗത്ത്. പീരുമേട് നിയോജക മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലെ 400-ലേറെ പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കമ്പനിയുടെ ലീഡർമാരായി പ്രവർത്തിച്ചവർ പീരുമേട്ടിൽ പറഞ്ഞു. 2018 മുതലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ സ്ഥാപിച്ച പീരുമേട്, വണ്ടിപ്പെരിയാർ, കുമളി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് 50 ലക്ഷം രൂപ നൽകിയത്. തുടർന്ന് കമ്പനി ഏർപ്പെടുത്തിയ ലീഡർമാർ ഉപഭോക്താക്കളിൽ നിന്ന് പണം പിരിച്ച കമ്പനിയുടെ മാനേജർമാരാണെന്ന് പറഞ്ഞയച്ച ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ കളക്ഷൻ ഏജന്റുമാർ ഈ പണം കമ്പനിയിൽ അടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം വായ്പ ആവശ്യത്തിനായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത്. ഈ ഭാരത് ഫിനാൻസിൽ വന്ന് മൊത്തം L&T ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോണേ കൊടുക്കത്തുള്ളൂ. ഭാരത് ഫിനാൻസിൽ വന്ന് മൊത്തം 13 ലോണുകളാണ് കൊടുക്കുന്നത്. അതായത് സമ്മാൻ ലോണ്, സുവിധ, സമൃദ്ധി, സഹായത പ്ലസ്,
MFIL, MFIL2, MFIL1, ഉന്നതി പ്ലസ്, ഉന്നതി 2, കൊറോണ, ECLG. ഈ ഉന്നതി പ്ലസും ഈ സഹായത പ്ലസും ഈ ECLG ലോണും ഈ മെമ്പർമാരുടെ കൈവയ്ക്കാതെയോ മെമ്പർമാരുടെ OTP ഇല്ലാതെയോ ഈ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ലോണാണ് ഈ 2 ലോണുകളും. അപ്പോൾ ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് 205 സെൻറ്ററിൽ ഒരു ആരോഗ്യം വരികയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ലോൺ അടവ് കഴിഞ്ഞപ്പോൾ ഇവരുടെ ലോൺ വന്നു. ഞാൻ പറഞ്ഞു ഈ 65 ദിവസം ലോക്ക്ഡൗണിൽ ഇവരുടെ ലോൺ എങ്ങനെ പുതുക്കിയതാ മെമ്പർമാരുടെ കൈവയ്ക്കാതെ? ഞാൻ ഈ മെമ്പർമാർക്ക് എങ്ങനെ ലോണായും ചോദിച്ചപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ന്യൂസ് ഇത് ECLG ലോണാണ്, ഇത് കമ്പനി തന്നെ ചെയ്യുന്ന ലോണാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മെമ്പറിനെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഏകദേശം ഈ ലോക്ക്ഡൗണിൽ ലോൺ വല്ലതും പാസ്സായെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ലോണും പാസ്സായിട്ടില്ല. അപ്പോൾ ഈ ECLG ലോണിനുള്ള കുറേ പേർക്ക് അത് ചെയ്തിട്ടുണ്ട്. ഈ ലോൺ എങ്ങനെ വന്ന് ഈ മെമ്പർമാരെ എടുത്തില്ല, ആർക്കും കിട്ടിയിട്ടില്ല, ആരും മേടിച്ചിട്ടില്ല. ഈ ലോൺ എങ്ങനെ വന്ന് ഏത് രീതിയിൽ വന്നെന്നൊന്നും ഞങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല. തിരിച്ചടയ്ക്കാൻ ഏൽപ്പിച്ച പണം യഥാസമയം ഏൽപ്പിക്കാത്തതിനാൽ സിവിൽ സ്കോർ കുറഞ്ഞു. ഇതോടെ പലരും വായ്പയ്ക്ക് അർഹരല്ലാതായി മാറി. തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലീഡർമാരായ 15ലേറെ പേർ DGPക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ഞാൻ 2018 തൊട്ട് ഭാരത ഫിനാൻസിൽ ലോൺ എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഇതുപോലെ ലോൺ എടുത്ത് ഞാൻ ഈ 2021 അടച്ച ലോണിൻ്റെ എമൗണ്ട് അവിടെ ചെന്നിട്ടില്ല. ഈ കൊറോണ ടൈം അടച്ചതും എല്ലാം 38,800 രൂപ ബെൻഡിങ് ആണെന്നും പറഞ്ഞാൽ കാണിക്കുന്നത്. അത് ശരത്തും വിഷ്ണു എന്ന് പറയുന്ന സാറാണ് എനിക്ക് ആധാറും ID-യും അയച്ചതാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ അവരാണ് നോക്കിയിട്ട് പറയുന്നത് ചേച്ചിക്ക് ഇത്രയും രൂപ അവിടെ അടവ് വന്നിട്ടില്ല, ബെൻഡിങ്ങാണ് കാണിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ആ പൈസ അടച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഭാരത് ഫിനാൻസിൽ പോയി അത് പറഞ്ഞപ്പോഴത്തേനും അവർ പറയുന്നത് ചേച്ചി ബുക്കിൽ എഴുതി വെച്ചത് തെളിവല്ലെന്നാണ് പറയുന്നത്. മൊത്തം ഞാൻ എടുത്തത് 54,000 രൂപ. പക്ഷെ അവർ പറയുന്നത് അതൊന്നും തെളിവല്ല, മൊത്തം 80,000 ചില്ലാൻ രൂപ ചേച്ചി തിരിച്ചടച്ചേ പറ്റുള്ളൂ. തട്ടിപ്പിനിരയായവർ ലീഡർമാരുടെ വീടുകളിലെത്തി നിരന്തരം ശല്യപ്പെടുത്തുകയാണ്. വിഷയത്തിൽ കൂടുതൽ പരാതികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് തട്ടിപ്പിനിരയായവർ പീരുമേട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ സമരസമിതി നേതൃത്വം ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിൽ മാത്രമേ സർക്കാർ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് മന്ത്രി സമരസമിതിക്ക് ഉറപ്പു നൽകി. മുല്ലപ്പെരിയാർ വിഷയത്തിലെ തീരദേശവാസികളുടെ ആശങ്ക മന്ത്രിയെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് സമരസമിതി നേതൃത്വം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിഷയത്തിൽ പരിജ്ഞാനമുള്ളവരെ മാത്രമേ ചുമതലപ്പെടുത്തൂ. വിദഗ്ധരെ ഉൾപ്പെടുത്തി ഡാം പരിശോധന നടത്തണമെന്നും കോടതിയെയും മേൽനോട്ട സമിതിയെയും വിഷയം ധരിപ്പിക്കുകയും അനാവശ്യ പ്രചരണങ്ങൾ നടത്തി മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരത്തിന് തടസ്സമാകരുതെന്നും മന്ത്രി സമരസമിതിയെ അറിയിച്ചു. സമരസമിതി മുന്നോട്ട് വെച്ച ആശങ്കകളും അഭിപ്രായങ്ങളും ചേർത്താണ് സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. സമരസമിതിയുടെ നിലപാടുകൾ സർക്കാർ വീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പന PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സമരസമിതി നേതാക്കളായ ഫാദർ ജോയ് നിരപ്പേൽ, ഷാജി P. ജോസഫ്, സിബി ജോസഫ്, CS രാജേന്ദ്രൻ, PD ജോസഫ്, ജോസഫ് പനന്താനം, തോമസ് വാലുമേൽ തുടങ്ങിയവരും പങ്കെടുത്തു. കുട്ടിക്കാനം MBC കോളേജിലെ BTech വിദ്യാർത്ഥിയെ ഗുണ്ടാസംഘം ആക്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി സുധീഷിനെയാണ് ബൈക്കിലെത്തിയ 8-അംഗ സംഘം ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച കോളേജിൽ വിദ്യാർത്ഥികൾക്കായി കാർ ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ കുട്ടിക്കാനം പോത്തുപാറ സ്വദേശികളായ 8ഓളം ആളുകൾ അവരുടെ സ്വന്തം വാഹനവുമായി കോളേജിൽ കടക്കാൻ ശ്രമിച്ചു. ഇത് കോളേജിലെ വിദ്യാർത്ഥികൾ തടഞ്ഞു. ഇതേ തുടർന്നുണ്ടായ തർക്കം പിന്നീട് പറഞ്ഞു തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വ്യാഴാഴ്ച വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിലെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ മടങ്ങുകയായിരുന്ന സുധീഷിനെ അക്രമി സംഘം വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇതിന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ കൂട്ടുനിന്നും കോളേജിൽ ഫീസ് അടയ്ക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന 15,000 രൂപ അക്രമി സംഘം അപഹരിച്ചതായും സുധീഷ് പറഞ്ഞു. കോളേജിൽ നിന്ന് ഒരു 250 മീറ്റർ കഴിഞ്ഞിട്ട് ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഇവന്മാര് ഓട്ടോ കൊണ്ടുപോയ ആളും ചിറ്റപ്പനായിരുന്നു. അവരുടെ എല്ലാം ബന്ധുക്കളായിരുന്നു. ഓട്ടോ കൊണ്ട് നിർത്തി കൊടുക്കുമായിരുന്നു. നിർത്തി കൊടുത്ത് ഓട്ടോ ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോഴും പുള്ളി ആ ഒരു രീതിയിലല്ല, പുള്ളി ഇടിച്ചോളാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അതായത് ഒരു 7-8 പേര് അടങ്ങുന്ന സംഘം നേരത്തെ തന്നെ ഓട്ടോയുടെ പുറകിൽ ബൈക്കുമായിട്ട് ഫോളോ ചെയ്ത് വന്ന് വണ്ടി തടഞ്ഞു നിർത്തി ഇങ്ങനെ ഇടിയുണ്ടാക്കുമായിരുന്നു. ആരും പിടിച്ചു മാറ്റാനോ ആരും വന്നിട്ടില്ല. വണ്ടിക്കകത്തുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു, പിന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്ത് ഇറക്കി വിട്ടതായിരുന്നു. പിന്നെ അവരുടെ സ്വർണ്ണങ്ങളെല്ലാം അടിച്ചു മാറ്റുള്ള പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ പോയിട്ടുണ്ട്.
ഫീസ് അടയ്ക്കാൻ വെച്ചത് കാശാണ്, അതെല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിനെല്ലാം നഷ്ടപരിഹാരം, പിന്നെ ഇടിച്ചതിനും എന്റെ ഇപ്പൊ ചെവിക്കും ഒരു സൈഡ് കേൾവിയുടെ ശരി കുറവുണ്ട്. ഇതെല്ലാം കാരണം എല്ലാം അമ്മമാരാണ്. ഇവന്മാർ നിരന്തരം അവിടെ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. കോളേജ് പിള്ളേർ ആരും അവിടെ അമ്മമാർ കണ്ടുപോയത്. അമ്മമാരാണ് അവിടുത്തെ ആളെന്ന ലോക്കാലിറ്റി വലിയ ആള് കളിക്കാനുള്ള ഏർപ്പാടെല്ലാം അമ്മമാർ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ സുധീഷ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്ക് പരിക്കേറ്റതിനാൽ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുള്ളതായി ഡോക്ടർമാർ പറഞ്ഞു. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിച്ച ശേഷം ആക്രമി സംഘം കോളേജ് പരിസരത്ത് പതിവായി പണപ്പിരിവ് ഉൾപ്പെടെ നടത്താറുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്തുന്നതിനും തുടർ പ്രവർത്തനങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അഡ്വക്കേറ്റ് എ രാജ MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. യോഗത്തിൽ വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. CPI നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്ന് വനം വകുപ്പ് യോഗത്തിൽ വ്യക്തമാക്കി. മൂന്നാറിലും മറയൂരിലും ചിന്നക്കനാലിലുമടക്കം വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് എ രാജ MLAയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ യോഗം ചേർന്നത്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. യോഗത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നില്ലെന്നാരോപിച്ച് CPI നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്നും ഇവർക്ക് പരിശീലനം നൽകുമെന്നും വനംവകുപ്പ് യോഗത്തിൽ വ്യക്തമാക്കി. നിരന്തരം നമ്മളുടെ ഈ ജനവാസ മേഖലയിൽ കാണുന്ന കാട്ടാനകളെ അതിനെ കണ്ടിന്യൂസ് മോണിറ്ററിങ് എപ്പോഴും നിരീക്ഷിക്കുവാനും അത് എത്രയും പെട്ടെന്ന് തന്നെ പൊതുജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വാണിങ്ങുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. ഓൾറെഡി നമ്മൾ ഈ ആനകളെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട്. അത് ശക്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. ആനക്കിടങ്ങുകളും സോളാർ വേലികളും ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം, പുതിയ RRT സംവിധാനങ്ങളുടെ നവീകരണം, ഇവ ഈ ഇടുക്കി ജില്ലയിലും മേജർലി ഇടുക്കി ജില്ലയിലും ഇതിനോട് ചേർന്നിട്ടുള്ള എറണാകുളം, കോട്ടയം ജില്ലകളിലുമായിട്ടാണ് ഈ പദ്ധതി 52 കോടിയുടെ പദ്ധതിയാണ് ഓൾറെഡി നമ്മൾ അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ചിലത് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ഈ ആന പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് 2-3 മാസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതാണ്. പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പതിവായി ജനവാസ മേഖലയിൽ നാശം വിതച്ചിട്ടും വനംവകുപ്പ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആക്ഷേപം. വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടയുമെന്ന് യോഗം ബഹിഷ്കരിക്കും മുമ്പ് CPI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മൂന്നാർ മേഖലയിൽ ആനകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് വനംവകുപ്പ് യോഗത്തിൽ അറിയിച്ചു. പടയപ്പയടക്കമുള്ള പ്രശ്നക്കാരായ കാട്ടാനകളെ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും മൂന്നാർ മറയൂർ റോഡിൽ പ്രത്യേക എലഫന്റ് സ്ക്വാഡും പ്രവർത്തിക്കുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. കാട്ടുപന്നി ശല്യം മൂലം ഉപജീവനമാർഗം വഴിമുട്ടിയതായി കൊന്നത്തടിയിലെ കർഷകർ. കമ്പളികണ്ടം മേഖലയിലുള്ള കർഷകരാണ് കാട്ടുപന്നികളുടെ നിരന്തര ശല്യം മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൊന്നത്തടി പഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉൾപ്പെടുന്ന കമ്പളികണ്ടത്തുള്ള കർഷകരുടെ വിളകളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത്. ഇതുമൂലം തങ്ങൾക്ക് ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കൊന്നത്തടി പഞ്ചായത്തിൽ കമ്പളികണ്ടം 11ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഞങ്ങളുടേത്. ഞങ്ങളിവിടെ കാരണന്മാരുടെ കാലം മുതൽ ഇവിടെ കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ പറമ്പുകളിൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കുറേ കാട്ടുപന്നി കൂട്ടം ഇറങ്ങി കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ്. വാഴ, കപ്പ, ചേമ്പ് എന്നിവയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക. ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ അടുത്ത കാലങ്ങളിൽ കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മക്കളുമായിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിൽ പല ആളുകളും ഇതേമാതിരി കാട്ടുപന്നിയുടെ കൂട്ടത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് കൃഷിയുടെ ഉപജീവനമാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടത്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതായി പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതിപ്പെട്ടെങ്കിലും കർഷകന് അനുകൂലമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. നേരത്തെ ഈ ഭാഗത്ത് ഇങ്ങനെ കാട്ടുപന്നി ശല്യം ഒന്നും ഇല്ലായിരുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്, ജനവാസ മേഖലയാണ്. ഇവിടെ കാട്ടുപന്നി കപ്പ കൃഷി കളഞ്ഞപ്പോൾ കൃഷിഭവനിൽ ചെന്ന് പറയുകയും അവർ റേഞ്ചർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് റേഞ്ചർക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗത്തിൽ പൊന്മുടി എന്ന വീട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ വന്ന് അന്വേഷിച്ച് പടമെടുത്ത് പോവുകയും വേണ്ടത് സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞത് പഞ്ചായത്തിൽ അറിയിക്കുക, കാട്ടുപന്നി പഞ്ചായത്തുകാർക്കാണ് അതിൻ്റെ അധികാരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൽ ബന്ധപ്പെട്ട ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ പന്നി കിടക്കുന്നത് കാണുമ്പോൾ പഞ്ചായത്തിൽ വിവരം അറിയിക്കുക, അന്നേരം വന്ന് അവർ പന്നി വന്ന് കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ലൈസൻസുള്ള വെടിക്കാരെ കൊണ്ടുവന്ന് വെടിവെക്കാൻ അത് പഞ്ചായത്തിന് നിർവാഹമെന്ന് പറഞ്ഞു.
കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകന്റെ കാർഷിക വിളകൾ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതിനു വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം. കട്ടപ്പന ഐറ്റിഐക്കുന്ന് ആശ്രമംപടി റോഡിന്റെ അറ്റകുറ്റപ്പണിയിലുണ്ടായ തടസ്സം മാറ്റണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. കേരള കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 22 ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. കോൺക്രീറ്റും നടത്തി. എന്നാൽ ടാറിംഗ് അടക്കമുള്ള നടപടികൾ വൈകുകയാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് തുടർച്ചയായി ഉണ്ടായ സ്ഥാനചലനമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇത് കരാറുകാർക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് പ്രതിസന്ധിയായി. ഇതോടെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് കേരള കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. നമ്മുടെ ഐറ്റിഐക്കുന്നിലെ റോഡിന്റെ വർഷങ്ങളായിട്ട് അത് പൊളിഞ്ഞു കിടക്കുകയാണ്. കോൺട്രാക്ട് കൊടുത്തിട്ട് കോൺട്രാക്ടർമാർ പോലെ തിരിഞ്ഞു നോക്കുന്നത് അല്ലേ? കുറച്ച് ഭാഗം മാത്രം ചെയ്തിരിക്കുക. ബാക്കി ഐറ്റിഐ ജംഗ്ഷൻ മുതൽ ആശ്രമംപടി വരെ ഏതാണ്ട് ഒരു 3/4 ഭാഗവും പൊളിഞ്ഞു കിടക്കുക. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും അതിൽ സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ബാക്കി ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുക. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും അടുത്തയാഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ട നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജോർജ് കടത്തൂർ, തങ്കച്ചൻ കൊല്ലക്കുന്നിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. അടിമാലി അപ്സരകുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിന്റെ നവീകരണ ജോലികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും. എസ് വളവ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം അപകട സാധ്യത നിലനിൽക്കുന്ന ഇടമാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത്. ഈ പാതയുടെ മറ്റു ഭാഗങ്ങളിൽ മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. എസ് വളവെന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ നവീകരണ ജോലികൾ നടത്തണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നവീകരണ ജോലികൾക്കായുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തിയതായും വൈകാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. ആ വഴിയിൽ അടിമാലി ടൗണിന് മുകൾ ഭാഗത്തായി മുത്താരംകുന്ന് പ്രദേശത്ത് ഒരു കൊടും വളവ് ലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആ വളവിൽ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ആ നവീകരണ ജോലികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. ആ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഏറ്റവും സുഗമമായി സഞ്ചരിക്കാവുന്ന റോഡായി അത് മാറും. ആ റോഡിനെ നാശോന്മുഖമാക്കുന്ന രൂപത്തിൽ അനധികൃതമായി അവിടെ നിന്നൊഴുകുന്ന ജല ഓസുകൾ എല്ലാം മാറ്റി വളരെ ഭംഗിയായി ആ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും. എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് അറിയിക്കുക. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട്. എസ് വളവ് ഭാഗത്തുകൂടിയുള്ള യാത്ര ഇവർക്ക് കടുപ്പമേറിയതാവാറുമുണ്ട്. കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമല്ലാതെ എത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളവ് മുഖം മിനുക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. കട്ടപ്പനയിൽ കുടുംബശ്രീ CDS അർബൻ സബ്മിറ്റും വയോജന സംഗമവും നാട്ടുത്സവവും നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കാത്തതിനും അപ്പുറത്തേക്ക് എത്തി. കേരളത്തിന് ഇത് അഭിമാനമാണ്. കുടുംബശ്രീ കൈവയ്ക്കാത്ത മേഖല ഇന്ന് കേരളത്തിൽ ഇല്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ കുടുംബശ്രീ മുഖാന്തരം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ദൃശ്യമാക്കുന്നത് സാമൂഹ്യ പുരോഗതിയിൽ, സാമ്പത്തിക പുരോഗതിയിൽ, നമ്മുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരടിസ്ഥാന വിഭാഗമായി കണക്കാക്കാൻ കഴിയും. 4 നൂറ്റാണ്ട് കഴിഞ്ഞു. 25 വർഷങ്ങൾ പിന്നിട്ട് ലക്ഷ്യം സബലീകരിക്കുക മാത്രമല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലും ഭാവത്തിലും കുടുംബശ്രീയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ മറികടന്ന് അപ്പുറം പോയിരിക്കുന്നു. കട്ടപ്പനയാറിന്റെ സംരക്ഷണത്തിനു വേണ്ടി 38 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ആറുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തുക.
കട്ടപ്പന CSC ഗാർഡനിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഈ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി ബാലസഭാ സംഗമം, വയോജന സംഗമം, ഓക്സിലറി ഗ്രൂപ്പ് സംഗമം, വിവിധ സർട്ടിഫിക്കറ്റ് വിതരണം, നവീകരിച്ച ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം, ഉൽപ്പന്ന പ്രദർശന വിപണനമേള, ഫുഡ് സ്ട്രീറ്റ്, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ മിനി CR, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ കൗൺസിലർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോൺസ് UP സ്കൂളിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശൗചാലയം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് തുറന്നു നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാം ആശ്രയമായ ഈ സ്ഥാപനത്തിൻ്റെ ഓരോ വളർച്ചയും നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷകരമാണ്. അടിസ്ഥാന സൗകര്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമിക് നിലവാരത്തിലും അതോടൊപ്പം പഠിത രംഗത്തുമെല്ലാം കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താനും അവരുടെ കായിക വിഭവത്തെ വളർത്തിയെടുക്കാനും എല്ലാം ഏറെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാപനമായി വെള്ളയാങ്കുടി സ്കൂൾ മാറിയിട്ടുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ, നഗരസഭാ കൗൺസിലർ ബീന സിബി, PTA പ്രസിഡന്റ് ബെന്നി ജോസഫ്, PTA പ്രസിഡന്റ് വിനോദ് തോമസ്, MPTA പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന മുളകരമേട് പള്ളിപ്പടി ചക്കുംചിറപ്പടി റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകി. നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു ഉദ്ഘാടനം നിർവഹിച്ചു. റോഡ് നവീകരണം പൂർത്തിയായതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായത്. വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയായിരുന്നു നഗരസഭയിലെ മുളകരമേട് പള്ളിപ്പടി ചുക്കുംചിറപ്പടി റോഡ്. നിരവധി കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗമായിരുന്നു ഈ പാത. റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാറിയതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയടക്കം ദുഷ്കരമായി. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രി ആവശ്യത്തിന് പോലും വാഹനങ്ങൾ ഇതുവഴി കടന്നുവരാറായി. ഇതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു തുക വകയിരുത്തി റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു നിർവഹിച്ചു. നഗരസഭയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 ഘട്ടങ്ങളിലായാണ് റോഡിന് ആവശ്യമായ തുക വകയിരുത്തിയത്. റോഡ് ഗതാഗത യോഗ്യമായതോടെ നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ അയ്യപ്പൻകോവിൽ തുരുത്ത് കോളനി റോഡിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. 5 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 2, 3 വാർഡുകൾ അതിർത്തി പങ്കിടുന്ന അച്യുതൻ കവല ഗാന്ധിനഗർ തുരുത്ത കോളനി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു. ഇതിന് പരിഹാരമായിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ 5 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് റോഡിന്റെ ഗതാഗത യോഗ്യമല്ലാത്ത 110 മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡും 3-ാം വാർഡും അതിർത്തി പങ്കിടുന്ന അച്യുതൻ കവല ഗാന്ധിനഗർ കോളനി റോഡിന് 2024-25 സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ പൂർത്തിയായി വരുന്നു. കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ വഴി യാത്ര ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ ഈ പണി പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് യാത്രാക്ലേശം മാറുന്നതാണ്. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഗാന്ധിനഗർ തുരുത്ത് റോഡിലൂടെ കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ HCN പലതവണ റിപ്പോർട്ട് ചെയ്തു. ഇതേ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ജനങ്ങളുടെ മുഖ്യ വരുമാനം കൃഷിയും ക്ഷീരമേഖലയുമാണ്. ഇതിനായി 30%-ലധികം തുകയും പഞ്ചായത്ത് ഓരോ വർഷവും മാറ്റിവെക്കാറുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ, അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അലോപ്പതി, ഹോമിയോ, ആയുർവേദ മരുന്നുകളുടെ വിതരണം, ഭവന നിർമ്മാണം, റോഡ് നിർമ്മാണം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയ്ക്കെല്ലാം ഊന്നൽ നൽകിയിട്ടുണ്ട്. സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളൊക്കെ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നോംസിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ പോലും കിട്ടുന്ന ഫണ്ടുകൾ ഒട്ടും ലാപ്സാക്കാതെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ, നമ്മുടെ സ്റ്റാഫ്, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ എല്ലാവരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ പദ്ധതിയും
പൂർണ്ണമായിട്ടും ചെലവഴിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. 2025-26 വർഷത്തെ കരട് രേഖയുടെ വിശദീകരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമുൾ വിനോജ് അവതരിപ്പിച്ചു. 2025-26 വർഷത്തെ മൊത്തം നമുക്ക് അടങ്കൽ തുക എന്ന് പറയുന്നത് 4,98,33,280 രൂപയാണ്. റോഡിനായിട്ട് 1,88,00,000 രൂപയാണ്. അത് കൂടിയും കുറഞ്ഞും വരാം. നമ്മൾ ഈ വർഷം മുൻതൂക്കം 2025-26 മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് റോഡ് വികസനം, ലൈഫ് ഭവന പദ്ധതി, PMAY, കുടിവെള്ളം, അംഗൻവാടി പോഷകാഹാരം, മാലിന്യ ശുചീകരണം, മാലിന്യവും ശുചിത്വവും എന്നീ മേഖലകൾക്കാണ് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ വിഹിതമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,68,06,000 രൂപയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് 23,89,000 രൂപയാണ്. നമുക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റിന് കിട്ടിയിരിക്കുന്ന 35,84,000 രൂപ. നമുക്ക് പട്ടികജാതി ഉപപദ്ധതിയായിട്ട് കിട്ടിയിരിക്കുന്നത് 4,53,400 രൂപയാണ്. പട്ടികവർഗത്തിന് 6 ലക്ഷം രൂപ. ആകെ വികസന ഫണ്ട് എന്ന് പറയുന്നത് 2,79,13,000 രൂപയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി TR, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, സോണിയ ചുറി, ലിസി കുര്യാക്കോസ്, ബിനു ബി, ജോമോൻ VT, വിജയമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വാർഡ് തല വയോജന സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 14-15 വാർഡുകളിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തി ഓർമ്മച്ചപ്പ് എന്ന പേരിൽ പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ICDSന്റെ നേതൃത്വത്തിലാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. പാരമ്പര്യവും തനത് ശൈലികളും നേരറിവുകളും മുതിർന്ന തലമുറയുടെ അനുഭവങ്ങളും വിവിധ കലാപരിപാടികളും ഉൾപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് പാരിഷാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകളെ കാണുവാനും അവരായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഞാനൊക്കെ ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ വീടുകളിൽ ഇരിക്കുമ്പോൾ ആദ്യകാലത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മച്ചി ഓടിച്ചെന്ന് വർത്താനം പറയും. അവരെ വഴിയെ പോകുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി വർത്താനം പറയും. അപ്പോൾ ഞങ്ങളുടെ ചാത്തൻ പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ കുഞ്ഞുവേണ്ണെ കുഞ്ഞുവേണ്ണെന്ന് വിളിക്കുന്നത് അമ്മച്ചി വഴിയെ പോകുന്ന ആൾക്കാരെ പോലും വിടിയേല, ഓടിച്ചെന്ന് അവരെ വർത്താനം പറയാനായിട്ട് പിടിച്ചു നിർത്തും. അപ്പോൾ ഈ കാരണവന്മാർക്ക് എന്തോരും അവരെ അറിയുന്ന ആൾക്കാരോട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, അതൊക്കെ അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു നല്ല കാര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് കാമാക്ഷി FHCയുടെ നേതൃത്വത്തിലുള്ള ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും വയോജനങ്ങളും മാനസിക ആരോഗ്യവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ മോട്ടിവേഷൻ ക്ലാസും നടന്നു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെർലി ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. 60 വയസ്സ് കഴിഞ്ഞ റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും 90 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെയും ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന സ്വപ്ന ചക്കാലക്കലിനെയും യോഗത്തിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോർജ് കരിന്തേൽ ഉപഹാരങ്ങൾ കൈമാറി. ഉഷ റോസ് ബെന്നി വയോജനങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മാവേലിൽ, റിൻഡ വർഗീസ്, റീന സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി സെന്റ് മരിയ ഗോരോത്തി ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ മരിയ ഗോരോത്തിയുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 3 ദിവസങ്ങളിലായാണ് തോപ്രാംകുടി സെന്റ് മരിയ ഗോരോത്തി ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥരായ വിശുദ്ധ മരിയ ഗോരോത്തിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്നത്. ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മവും തിരുസ്വരൂപ പ്രതിഷ്ഠയും നിർവഹിച്ചു. ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി വളരെ ആഘോഷമായിട്ട് ഇടവകയുടെ തിരുനാൾ നടത്തപ്പെടുകയാണ്. ഈ തിരുനാളിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ തോപ്രാംകുടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെരുന്നാളിൻ്റെ ഭാഗമായി ആത്മീയ സന്തോഷം നൽകുന്ന തിരുക്കർമ്മങ്ങളും മറ്റനേകം പ്രോഗ്രാമുകളും പത്തനംതിട്ട ഒറിജിനൽസിൻ്റെ ഗാനമേളയും ഒക്കെ എല്ലാവർക്കും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാങ്കുളം സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ, ഫാദർ സാവിയോ കാട്ടുപാലം,
ഫാദർ ജോസഫ് കട്ടക്കയം, ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നേൽ, ഫാദർ അലക്സ് വേലാച്ചേരിൽ തുടങ്ങിയവർ തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 7:30 ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രകാശ് പുത്തൂർ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം, ശ്രേയ ശ്രീകുമാർ എന്നിവർ നയിക്കുന്ന ഗാനമേളയും നടക്കും. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു പുളിയാങ്കൽ, കൈകാരന്മാരായ ബേബി ഈറ്റപ്പുറത്ത്, ഷാജി മുല്ലൂരാത്ത, ജോണി താണൂലിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഒരേ സമയം വിജ്ഞാനവും വിസ്മയവും ജനിപ്പിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമായ മൂലമറ്റം പവർ ഹൗസ്. എന്നാൽ അപൂർവം ചിലർക്ക് മാത്രമേ പവർ ഹൗസ് കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ. കാഴ്ചകളുടെ അത്ഭുത ലോകമായ വൈദ്യുതി നിലയം സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് മൂലമറ്റം പവർ ഹൗസ്. അതിവിശാലമായ പാറ തുരന്ന കുതിരലാടത്തിന്റെ ആകൃതിയിൽ 7 നിലകളിലായാണ് വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത്. പ്രവർത്തനം തുടങ്ങി അരനൂറ്റാണ്ടിലേക്ക് കടക്കുന്ന മൂലമറ്റം പവർ ഹൗസിൽ ആദ്യകാലങ്ങളിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ KSEB പുറത്തിറക്കിയ വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാത്രമേ വൈദ്യുതി നിലയം കാണാനാകൂ. 35 വർഷങ്ങൾക്ക് മുമ്പ് മൂലമറ്റം പവർ ഹൗസ് നേരിൽ കയറി കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അക്കാലത്ത് ഒരു വലിയ തുരങ്കത്തിലൂടെ, ഒരു പാറമലയുടെ അടിയിലുള്ള ഒരു വലിയ തുരങ്കത്തിലൂടെ പവർ ഹൗസിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു സന്ദർശകൻ ചെന്ന് പറ്റുന്നത് ഒരു വലിയൊരു ടൗണിലാണ്. ടൗണിന് സമാനമായിട്ടുള്ള തിരക്കേറിയ ഒരു പട്ടണത്തിൽ ചെന്ന് പറ്റിയ പ്രതീതിയാണ് ആ മൂലമറ്റത്തെ പവർ ഹൗസിനകത്തുണ്ടാവുക. ചെല്ലുന്ന ഓരോ സന്ദർശകനും ഒരു ലിഫ്റ്റിൽ 7 നിലകൾ മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയതിന് ശേഷം ആ നിലകൾ ഓരോന്നും താഴേക്ക് ഇറങ്ങി വന്ന് ആ പവർ ഹൗസിലെ ഓരോ അത്ഭുത കാഴ്ചകളും കണ്ട് സന്ദർശനം പൂർത്തിയാക്കി ടണലിന് പുറത്തെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു വലിയൊരു തുരങ്കം മാത്രമാണ്. അല്പം മുമ്പ് നമ്മൾ കണ്ട ആ മായിക ലോകം ആ മലയുടെ അടിയിലാണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് ആ പവർ ഹൗസിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അത്രയും. ഓരോ കേരളീയനും മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും ആ അത്ഭുത ലോകം നേരിൽ കാണാനുള്ള അവകാശമാണ് ഉള്ളത്. അറക്കുളം പഞ്ചായത്ത് ടൂറിസം കൗൺസിലിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ നിരവധി നിവേദനങ്ങൾ പല അധികാര കേന്ദ്രങ്ങളിലും ഇതിനോടകം ഈ പവർ ഹൗസ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്ത് കാണിക്കാനുള്ള അനുമതിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് മുതൽ ശാസ്ത്രരംഗത്ത് താല്പര്യമുള്ളവർക്കും സാധാരണക്കാർക്കും വരെ വലിയൊരു അനുഭവമാകും മൂലമറ്റം പവർ ഹൗസിൽ നിന്നും ലഭിക്കുക. കേരളത്തിന്റെ ഊർജ്ജക്ഷേത്രമായ മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിയന്ത്രിത തോതിലെങ്കിലും സന്ദർശകരെ പ്രവേശിപ്പിച്ചാൽ അത് സംസ്ഥാനത്തെ ടൂറിസം രംഗത്തും അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും. ശരിക്കും ഞാനൊരു മൂലമറ്റംകാരനാണ്. ഞാനിപ്പോൾ ഏത് നാട്ടിൽ ചെന്നാലും ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് എവിടെയുള്ള ആളാണെന്ന് ചോദിക്കുമ്പോൾ മൂലമറ്റംകാരൻ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് മൂലമറ്റം പവർ ഹൗസിനടുത്താണോ വീടെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു അഭിമാനമായ ഒരു പ്രൊജക്റ്റാണിത്. മൂലമറ്റം പവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർക്കുന്ന ചെറിയ കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കണ്ടുള്ള ഒരു പരിചയം നമുക്ക് ഈ പ്രൊജക്റ്റിലുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മറന്നുപോയി. ഇപ്പോൾ നമ്മൾ ഓർക്കുന്നത് അതിനുള്ളിലേക്ക് കയറി പോകുന്ന ഒരു ഗുഹ, അതിനകത്ത് ചെല്ലുമ്പോൾ ഉള്ളിൽ വലിയൊരു ബിൽഡിങ്, അങ്ങനെ വളരെ അത്ഭുതകരമായ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു പ്രൊജക്റ്റാണ് ഈ മൂലമറ്റം പവർ ഹൗസ്. ഈ പവർ ഹൗസ് നമുക്ക് തുറന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നണത് നമ്മുടെ മൂലമറ്റം ടൗണ് ഒരു ഇൻഡസ്ട്രി വളരെ വലുതായി, അതായത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയലായിട്ടുള്ള വളർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. മാത്രമല്ല നാടിനൊരു വളർച്ചയുണ്ടാകും. അതുപോലെ ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഈ പ്രൊജക്റ്റ് ഉയർന്നു വന്നാൽ നമ്മുടെ നാടിന് വളർച്ചയ്ക്കൊപ്പം ഈ സമൂഹം നല്ല രീതിയിൽ തന്നെ ഒരു ഗ്രോത്തുള്ള അല്ലെങ്കിൽ ഇൻകം കൂടുന്ന ഒരു ഏരിയയിലേക്കായി മൂലമറ്റം ടൗൺ മാറുകയും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയും അതിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മൂലമറ്റം പവർ ഹൗസിന്റെ ഉള്ളറകൾ അതിശയിപ്പിക്കുന്നതാണ്. ഈ അത്ഭുത ലോകം നിറയെ പഠിതാക്കൾക്ക് അറിവിന്റെയും സാധാരണക്കാർക്ക് അമ്പരപ്പിന്റെയും കാഴ്ചകളാണ്. പൊതുജനങ്ങൾക്ക് മൂലമറ്റം പവർ ഹൗസിൽ പ്രവേശനം അനുവദിച്ചാൽ അത് സൃഷ്ടിക്കുന്ന സാധ്യതകൾ അനന്തമായിരിക്കുമെന്ന ഉറപ്പ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 191, വിൽപ്പനയ്ക്ക് വന്നത് 45,162, വിൽപ്പന നടന്നത് 44,570, കൂടിയ വില 3,112, ശരാശരി വില 2,870. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,700, കാപ്പിപ്പരിപ്പ് 470, ഗ്രാമ്പു 900, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,025 രൂപ, വെള്ളി 107. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്കെതിരായ ഖനന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ജില്ലാ കളക്ടർക്ക് വീഴ്ച പറ്റിയതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ആരെങ്കിലും പരാതി അയച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതില്ല. പരാതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തുവെന്നും CV വർഗീസ്. സ്ഥലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ലോ കോളേജ് കട്ടപ്പനയിൽ നിർമ്മിക്കുവാൻ ശ്രമം നടത്തുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഏപ്രിൽ മാസത്തോടെ ജില്ല നേരിടുന്ന നിർമ്മാണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. വേനൽ ചൂടിൽ കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി. കമ്പമട്ടിൽ നിന്ന് 245 ലിറ്റർ വാറ്റ് ചാരായം പിടികൂടി. ചാരായം പിടികൂടിയത് കട്ടേക്കാനത്തെ വീട്ടിൽ നിന്ന്. വീട്ടുടമ ചക്രപാണി എന്ന് വിളിക്കുന്ന സന്തോഷ് പിടിയിൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം കട്ടപ്പന മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന മന്ത്രി. PSC വഴിയുള്ള നിയമന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലെന്നും റോഷി അഗസ്റ്റിൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.